ിലായിരുന്ന എളമക്കര സ്റ്റേഷൻ ഗ്രേഡ് SI മുജീബ് റഹ്മാൻ അറസ്റ്റിൽ. ലൈംഗിക അതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പണം തട്ടിയ കേസിലും ഡോക്ടറുടെ പരാതിയിലുമാണ് അറസ്റ്റ്. ഇയാളെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. മുജീബിനെതിരായ പരാതികളേറെ ഗൗരവമുള്ളതാണെന്ന് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഇത് പീരീഡിന് നോക്കുമ്പോൾ ഇത് ഏകദേശം 9-10 മാസം മുൻപുള്ള കേസാണ്. ആ സമയത്തിൽ തന്നെ അന്വേഷണത്തിക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പോയിട്ടുള്ളത്. ഇപ്പം നമുക്ക് നാളേജ് ഇൻപുട്ടും കിട്ടിയ രീതിയിൽ നമുക്ക് കേസെടുത്ത് പുള്ളി ഇന്ന് അറസ്റ്റുമായിട്ടുണ്ട്. സോ അതൊരു ക്രിമിനൽ അറസ്റ്റഡ് ആയിട്ട് പിടിയിലായി. സോ നമുക്കത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ കാണാം. ഇറ്റ്സ് നോട്ട് മിയർലി ഡിസിപ്ലിനറി ആക്ഷൻ. ഡിസിപ്ലിനറി ആക്ഷൻ ഓൾറെഡി നമുക്ക് ആദ്യമായിട്ട് ആരോപണം വന്ന സമയത്തിൽ തന്നെ അവരെ ഇങ്ങോട്ട് എയർ ക്യാമ്പിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ സസ്പെൻഷനായി. ഇപ്പോൾ പുള്ളി പിടിയിലായത് ഉണ്ട്. പിന്നെ ഇത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ്, ക്രിമിനൽ ആക്ടാണ്. സോ അത് ഒരു അന്വേഷണമായിട്ട് ഒരു പ്രത്യേക ടീം രൂപീകരിച്ചിട്ട് അത് മുൻകൂട്ടി പോകും. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ വീണ്ടും ചേരുന്നു. ആജ്ഞ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളും ഉയർന്നു വന്നത്. ലൈംഗിക അതിക്രമം, അതോടൊപ്പം ഒരു ഡോക്ടറുടെ പരാതി. ഈ കേസിൽ സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ പ്രതി ഒളിവിലായിരുന്നു, ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. അതായത് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണുള്ളതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പരാതിയുടെ അടിസ്ഥാനം? എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? 2025 ആദ്യ പരാതി. അതായത് ആദ്യ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് 2025 കൊല്ലം സ്വദേശിനിയായ ഒരു യുവതി ഒരു പരാതിയുമായിട്ടാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ആ സമയത്ത് യുവതിയെ സഹായിച്ചിരുന്ന SI ആണ് ഈ മുജീബ് റഹ്മാൻ. അവിടുത്തെ ഗ്രേഡ് SI ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി കേസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ യുവതിക്ക് അതിനുമായി വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. ആ സമയത്ത് യുവതിയുടെ ഫോൺ നമ്പർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. തുടർന്ന് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം യുവതി പോയ ശേഷം തുടർന്ന് നിരന്തരം ഈ പെൺകുട്ടിയെ വിളിക്കുകയും ഈ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും തുടർന്ന് ലൈംഗികപരമായ തന്റെ കാര്യങ്ങൾ വഴങ്ങണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു. അത് നിരന്തരമായി പെൺകുട്ടിക്ക് ശല്യമായി തുടങ്ങുകയും അത് പറ്റില്ല എന്ന് പെൺകുട്ടി തിരിച്ചു പറയുകയും ചെയ്തിരുന്നു. അത് നിരന്തരം ഈ ഫോണിൽ നിന്നും, മുജീബ് റഹ്മാന്റെ ഫോണിൽ നിന്നും നിരന്തരം പെൺകുട്ടിക്ക് കോളുകൾ ചെന്നതിന് വ്യക്തമായ തെളിവുകൾ പോലീസിന്റെ കൈവശമുണ്ട്. അത് മാത്രമല്ല, തുടർന്ന് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പെൺകുട്ടി എത്തുന്നത് തന്നെ ലഹരി കേസിൽ തന്റെ നിർബന്ധത്തിന് വഴങ്ങിയില്ലെങ്കിൽ, തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ പെൺകുട്ടിയെ ലഹരി കേസിൽ പെടുത്തും എന്ന് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് ഈ എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ യുവതി എത്തി പരാതി നൽകുന്നതും പരാതിയെ തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകുന്നു, സ്ഥലം മാറ്റം ഉണ്ടാകുന്നു, തുടർന്ന് സസ്പെൻഷനിലാകുന്നു. കുറച്ചു കാലമായി ഈ മുജീബ് റഹ്മാൻ അവധിയിലുമായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു പരാതി മുജീബ് റഹ്മാനെതിരെ ഉണ്ടാകുന്നത്. അത് പത്തനംതിട്ട സ്വദേശി വല്ലപ്പള്ളി സ്വദേശിയായ ഒരു ഡോക്ടറുടെ പരാതിയാണ്. അദ്ദേഹം കൊച്ചിയിലാണ് ജോലി നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഈ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ പിടിച്ച ഒരു ലഹരി കേസിലെ പ്രതിയുടെ കോൾ നിന്നും ഈ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കണ്ടെത്തുന്നു. അങ്ങനെയാണ് ഈ ഡോക്ടറെ ഇദ്ദേഹം വിളിക്കുന്നത്. അതായത് നിരന്തരം ഈ പറഞ്ഞതുപോലെ ഈ യുവതിയെ ശല്യപ്പെടുത്തുന്നത് പോലെ തന്നെ നിരന്തരം ഈ ഡോക്ടറെ ശല്യപ്പെടുത്തുന്നു. അദ്ദേഹത്തെ നേരിൽ പോയി കാണുന്നു. അതായത് 1.5 ലക്ഷം രൂപ തനിക്ക് തന്നാൽ ഡോക്ടറെ താൻ ഈ കേസിൽ നിന്നും ഒഴിവാക്കാം, അതല്ലെങ്കിൽ ഡോക്ടറെ കൂടി താൻ ഈ ലഹരി കേസിൽ പ്രതിയാക്കും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ ഡോക്ടറോട് നിരന്തരം ഈ മുജീബ് റഹ്മാൻ സംസാരിച്ചിരുന്നത്. അങ്ങനെ ഡോക്ടറുടെ മറ്റൊരു പരാതിയും കൂടിയാണ് ഇവിടെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഈ പരാതിയെ തുടർന്ന്, അതായത് അവധിയിലായിരുന്ന മുജീബ് റഹ്മാൻ പരാതിയെ തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നു ഇതിലുണ്ടായത്. പക്ഷേ ഇന്ന് എളമക്കര പോലീസ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നേ. എന്തായാലും ഇന്ന് 4 മണിയോടുകൂടി പ്രതിയെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതുപോലെ തന്നെ ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ്, പണിഷബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റു നടപടിക്രമങ്ങൾ മുജീബ് റഹ്മാനെതിരെ ഉണ്ടാവും. ഒരു പോലീസുകാരന്റെ ഭാഗത്തു നിന്നും അതായത് പോലീസിന്റെ സഹായം തേടിയെത്തുന്ന ആൾക്കാരെ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന് തന്നെ അപലപനീയമാണ്. അത്തരം ഒരു കേസ് ആയി തന്നെ ഇതിനെ പരിഗണിക്കണമെന്ന് തന്നെയാണ്. തീർച്ചയായും ആജ്ഞ, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. പല പോലീസുകാർക്കെതിരെ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പരാതി പറയാനെത്തിയ യുവതികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മുജീബ് റഹ്മാനെതിരെയുള്ളത്.
ഇയാളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ പരാതിയും കേസും അറസ്റ്റുമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ വകുപ്പ് തല നടപടി ഉണ്ടാകേണ്ടതല്ലേ? അത്തരം ഒരു നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? നിലവിൽ മുജീബ് റഹ്മാൻ സസ്പെൻഷനിലാണ് കേട്ടോ. നേരത്തെ തന്നെ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരുന്നു എന്ന് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റിയിരുന്നു. തുടർന്ന് അന്വേഷണ ഭാഗമായി തന്നെയാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നതും. അതേ തുടർന്ന് അദ്ദേഹം അവധിയിലായിരുന്നു, നീണ്ട അവധിയിലായിരുന്നു. പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പരാതി വരുന്നത്. ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ടുള്ള കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുള്ള പരാതി വരുന്നത്. അതിൽ FIR ഇട്ടതോടുകൂടിയാണ് മുജീബ് റഹ്മാൻ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒളിവിലായിരുന്നു എന്നാണ് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. അതേസമയം ഇന്ന് ഇദ്ദേഹത്തെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാക്കുമെന്നാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. എന്തായാലും വൈകുന്നേരം 4 മണിക്കാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതുപോലെ ഇതൊരു വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം സംഭവങ്ങൾ മുൻപും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്നതുമായിട്ടുള്ള ആളുകൾ, അത്തരം ഉത്തരവാദിത്തമുള്ള ആളുകളാണ് അതിനെ വെയിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരു നടപടിക്രമങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. ഇതിനെതിരെ വലിയ ആക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. എന്തായാലും മുജീബ് റഹ്മാനെതിരെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വലിയ നടപടിക്രമങ്ങളിലേക്കും ആക്ഷനും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനമൊക്കെയാണ് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കാറുള്ളത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഈ കൈക്കൂലി മാത്രമല്ല, അതിനപ്പുറം ലൈംഗിക ആരോപണം കൂടിയുണ്ട്. സസ്പെൻഷനപ്പുറം ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടി ഉണ്ടാകുമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷ കാലയളവിനിടെ നിരവധി പോലീസുകാരെയാണ് ഇതുപോലുള്ള കേസുകളിൽ, അതായത് ലൈംഗിക അതിക്രമം, ഗുണ്ടാബന്ധം, മറ്റു വഴിവിട്ട പല ഇടപാടുകൾ, ഭൂമാഫിയയുമായിട്ടുള്ള ബന്ധം, ഇത്തരം അനധികൃതമായിട്ടുള്ള ഇടപാടുകളെ തുടർന്ന് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത്. മുജീബ് റഹ്മാനെതിരെയും അത്തരമൊരു നടപടിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ശുപാർശ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? സിറ്റി പോലീസ് കമ്മീഷൻ നമ്മളോട് സംസാരിച്ചതനുസരിച്ചിട്ട് ഇതൊരു ഗുരുതരമായ ഇടപെടലാണ് മുജീബ് റഹ്മാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഈ എളമക്കര പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ നിരപരാധികളായ ആളുകളെ ഇത്തരം ഭീഷണിപ്പെടുത്തി തനിക്ക് വശംവദനാക്കുന്ന രീതിയാണ്. ഒരു പക്ഷേ പരാതിപ്പെട്ടത് 2 പേരാണെങ്കിൽ പരാതിപ്പെടാത്ത നിരവധി കേസുകൾ കാണും എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനവും. അങ്ങനെയാണ്. അത്തരത്തിലുള്ള ഒരു അസസ്മെന്റ് കൂടി വന്ന സാഹചര്യത്തിൽ നിലവിൽ ടോം സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമമാണ്. അത് യുവതി ചേർത്തതോടെ യുവതിയെ ലഹരി കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് യുവതി പരാതിയുമായി എത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതും അതിനുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് സസ്പെൻഷനിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ ആൾക്കെതിരെ അതുമായി ബന്ധപ്പെട്ട് അവധിയിൽ തുടരുന്ന സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് അവധിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു ഡോക്ടറുടെ പരാതിയും കൂടി എത്തുന്നത്. അതും ഇത്തരത്തിൽ ഡോക്ടറുടെ അതായത് നമ്പർ മറ്റൊരു ലഹരി കേസിലെ പ്രതിയുടെ ഫോൺ വിളിച്ച ലിസ്റ്റിൽ, അതായത് കോളോഗ് ലിസ്റ്റിൽ ഡോക്ടറുടെ നമ്പർ കണ്ടു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിയുടെ ഫോണിൽ താങ്കളുടെ ഫോൺ നമ്പർ കണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം താങ്കളെ വിളിച്ചതായി കണ്ടല്ലോ എന്ന് പറഞ്ഞ് സംഭാഷണം തുടങ്ങുകയും ഇതിൽ നിന്നും, അതായത് ലഹരി കേസിൽ ഡോക്ടറെ കൂടി പെടുത്താതിരിക്കണമെങ്കിൽ തനിക്ക് 1.5 ലക്ഷം രൂപ നൽകണം എന്ന് ഈ മുജീബ് റഹ്മാൻ പറഞ്ഞു വെക്കുകയും ചെയ്തു. അത് നിരന്തരം ഡോക്ടറെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിനും ഈ ഡോക്ടറുടെ ഫോൺ കോൾ ലിസ്റ്റ്, മുജീബ് റഹ്മാന്റെ ഫോൺ കോൾ ലിസ്റ്റും ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രാക്ഷൻസ് നടന്നു എന്നുള്ള കാര്യവും പോലീസിന് വ്യക്തതയുണ്ട്. തുടർന്നാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോയതും മുജീബ് റഹ്മാനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നതും തുടർന്ന് അയാൾ ഇന്നലെ ഒളിവിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ്. എന്തായാലും നിലവിൽ പോലീസ് അതിന് തക്കതായ ആക്ഷൻ എടുത്തിട്ടുണ്ട്. മുജീബിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതേയുള്ളൂ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണോ മുന്നോട്ടുള്ളത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതനുസരിച്ച് ഇതൊരു വലിയ
അതായത് പണിഷബിൾ ഒഫൻസ് തന്നെയാണ്, ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് മുജീബ് റഹ്മാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പോലീസ് ഓഫീസേഴ്സിന് വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മുജീബ് റഹ്മാനെതിരെയുള്ള പരാതിയും കേസും ഏറെ ഗുരുതര സ്വഭാവമുള്ളതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ ഒരുപക്ഷെ കൂടുതൽ പരാതികൾ ഉണ്ടായേക്കാം. നിലവിൽ സസ്പെൻഷനിലാണ്. പിരിച്ചുവിടാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.